ഹായ് ഫ്രണ്ട്സ്, സത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും വൻപയറും ഇട്ട ഒരു കറിയാണ്. ഇത് ഞാൻ പയർ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു ബൗളിൽ. ചേന കണ്ടിച്ച് വാഷ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ ചെറിയ ഒരു മുറി തേങ്ങ അരച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വറ്റലമുളകും സവാള ഒരു ശകലം അരിഞ്ഞതും കറിവേപ്പിലയുമാണ് ഈ ഇരിക്കുന്നത്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ചട്ടി ചൂടായി, നമ്മൾക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചേനക്കറിക്കൊക്കെ ഇച്ചിരി കടുക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കണം. നല്ല ചേന വയറിനും നല്ലതാണെന്നൊക്കെ പഴയവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നമ്മൾക്ക് പയറിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു ശകലം ഉപ്പിട്ടാണ് ഈ പയർ വേവിച്ചിരിക്കുന്നത്. ഈ ചേനയും കൂടി ഇട്ട് കൊടുക്കാം. ചേനയൊന്ന് പതുക്കെ ഉടച്ചു കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അന്നേരം ഇട്ട് ഉപ്പേ ഉള്ളൂ. ശകലം ഉപ്പിട്ടേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. നല്ല ഉടച്ചു കൊടുക്കണം, എങ്കിലേ നമ്മളുടെ പരുവത്തിനുള്ള കറിയായി കിട്ടത്തുള്ളൂ. ഇത് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെയും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിനകത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം.
ഇതിന് ഞാൻ പച്ചമുളക് അരച്ചിട്ടില്ല. അതിന് പകരം ഞാൻ വറ്റലമുളക് ഏറെ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് പച്ചമുളകും വറ്റലമുളകും കൂടി ഇടുന്ന വയറിന് ദോഷമായിട്ട് വരും, വയറ്റുകടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അരയ്ക്കാതെ വറ്റലമുളക് ഏറെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ആയിട്ടുണ്ട്, ഇപ്പം പരുവമായിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾക്കൊരു ബൗളിനകത്തിലേക്ക് ഇത് മാറ്റാം. ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.